എല്ലാവർക്കും SR കറിവെട്ടിലേക്ക് സ്വാഗതം. എപ്പോഴും നമ്മൾ പയറ്, ചേമ്പ്, ചേന, പിന്നെ അതേപോലെ ബീൻസും ഒക്കെ വെച്ചിട്ടല്ലേ മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കുക. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കാം, അതും ക്യാപ്സിക്കം വെച്ചിട്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കാനായി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സബോള ചെറുതായിട്ടല്ല, ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. സബോള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഏത് ലെവലിൽ വേണമെങ്കിലും. ഇനി ഇത് ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സബോള നല്ലതുപോലെ മൊരിയിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഈ ക്യാപ്സിക്കത്തിൻ്റെ കൂടെ ഇത് കൂട്ടി കടിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 ക്യാപ്സിക്കം ചെറുതായി കട്ട് എടുത്തതാണ്. കഴുകിയിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഉപ്പ് പോരെങ്കിൽ നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് വെക്കുക. 3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കുക. ഇപ്പം നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ വാടി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരരുത്, ഒന്ന് വാടി കിട്ടിയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ക്യാപ്സിക്കം മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കുക. ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. അപ്പം ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.